ലക്ഷദ്വീപ് എന്ന സ്വപ്നഭൂമിയിലേക്കാണ് അടുത്ത യാത്ര. കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ചില സായം സന്ധ്യകളിൽ ഞങ്ങളുടെ ടൂർ കമ്മിറ്റിയിൽ ഉള്ള ചർച്ചകളിൽ ലക്ഷദ്വീപിനെ കുറിച്ച് കുലങ്കുഷമായി ചർച്ചകൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഉയർന്നു വന്നിരുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, അവിടേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോകണം. കപ്പലിൽ പോവുകയാണെങ്കിൽ 14 തൊട്ട് 20 മണിക്കൂർ വരെ വരും ഒരു സൈഡിലേക്ക്. അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ലീവിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റ് മാത്രമാണ് ഏകമാർഗം. രണ്ടാമത്തെ വലിയ പ്രശ്നം, അവിടെ ആരെങ്കിലും നമ്മളെ സ്പോൺസർ ചെയ്യണം. ആ സ്പോൺസർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് സാറിൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയും ഞങ്ങൾ അവിടേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പോകാമെന്ന് തീരുമാനമെടുക്കുന്നു. ലക്ഷദ്വീപ് 30ഓളം ഐലൻഡുകളുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഗവൺമെൻറ് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടേക്കുള്ള പ്രവേശനം. 10ഓളം ഐലൻഡിലാണ് ആൾതാമസമുള്ളത്. 2 ഫ്ലൈറ്റുകളാണ് ലക്ഷദ്വീപിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എയർ അലയൻസും ഇൻഡിഗോയും. ചെറിയ ഫ്ലൈറ്റുകളാണ് അവിടെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ, കാരണം അവിടുത്തെ എയർപോർട്ടിൻ്റെ വലിപ്പം കുറവാണ്. അവിടുത്തെ റൺവേ 1.5 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ചാർജ് 5500 ആണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ചാർജ് അതിനേക്കാൾ 2-3 ഇരട്ടി വരുന്നുണ്ട്. കാരണം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് പോയതിൻ്റെ പകുതി ആൾക്കാരെ മാത്രമേ അവർക്ക് കയറ്റാൻ സാധിക്കുകയുള്ളൂ, റൺവേ ചെറുതായതിനാൽ. അങ്ങനെ ഞങ്ങൾ അകത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ചെറിയ എയർപോർട്ടായതിനാൽ നടന്നു വേണം നമുക്ക് പോകാനായിട്ട്. ഇവിടെ PCC എല്ലാം നമ്മളുടെ പോലീസ് ക്ലിയറൻസും പെർമിറ്റും എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മളെ പുറത്തേക്ക് അനുവദിക്കുകയുള്ളൂ. ഇതൊരു ഡ്രൈ ഐലൻഡാണ്. ഇവിടേക്ക് മദ്യം കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഫ്ലൈറ്റിൽ വരുന്നവർക്ക് 1-2 കുപ്പി മിനറൽ വാട്ടർ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലായി.